ഗുരുഗ്രാമിലെ 4 ഗ്രാമങ്ങളിൽ നടന്ന ഭൂമി ഇടപാടുകളെപ്പറ്റി അന്വേഷിക്കാനായി 2015-ലാണ് ഹരിയാന സർക്കാർ ജസ്റ്റിസ് എസ്.എൻ. ദിൻഗ്ര കമ്മീഷനെ ചുമതലപ്പെടുത്തിയത്. 2008-ൽ നടന്ന ഇടപാടിൽ ₹1 പോലും ചെലവാക്കാതെ 50.5 കോടി രൂപ റോബർട്ട് വദ്ര തട്ടിയെടുത്തുവെന്നാണ് അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ. വദ്രയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി എന്ന കമ്പനിക്ക് അനധികൃതമായി ലാഭമുണ്ടാക്കുന്നതിനായി ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഓംകാരേശ്വർ പ്രോപ്പർട്ടീസ് എന്ന കമ്പനിയും വദ്രയുടെ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി എന്ന കമ്പനിയും തമ്മിൽ നടന്ന ഇടപാടിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഓംകാരേശ്വർ പ്രോപ്പർട്ടീസിൽ നിന്ന് വാങ്ങിയ ശേഷം ഭൂമിയുടെ ഉപയോഗ ലൈസൻസ് മാറ്റി വലിയ തുകയ്ക്ക് DLF-ന് വിറ്റാണ് വദ്ര അനധികൃത ലാഭമുണ്ടാക്കിയത്. ഭൂമിയുടെ തീറാധാര പ്രകാരം ഭൂമിക്കായി ഓംകാരേശ്വർ പ്രോപ്പർട്ടീസിന് വദ്ര ₹1 പോലും നൽകിയിട്ടില്ല. വദ്ര നടത്തിയ 20 ഭൂമി ഇടപാടുകൾ കമ്മീഷൻ അന്വേഷിച്ചിട്ടുണ്ട്. അമിപ്പൂർ ഗ്രാമത്തിൽ 2010-ൽ പ്രിയങ്ക ഗാന്ധി നടത്തിയ ഭൂമി ഇടപാടും കമ്മീഷൻ പരിശോധിച്ചിരുന്നു. തന്റെ സാമ്പത്തിക ഇടപാടുകൾക്ക് റോബർട്ട് വദ്രയുമായി ബന്ധമില്ലെന്നാണ് ഇതു സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കമ്മീഷൻ റിപ്പോർട്ട് ഹരിയാന സർക്കാരിന് സമർപ്പിച്ചത്. കമ്മീഷന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. കമ്മീഷൻ റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവിടില്ലെന്ന് സർക്കാർ കോടതിക്ക് രേഖാമൂലം ഉറപ്പു നൽകിയിട്ടുണ്ട്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിലാണ് റിപ്പോർട്ട് സർക്കാർ കഴിഞ്ഞയാഴ്ച സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.